ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട 4 പരീക്ഷകളാണ് മെയ് 20 നടക്കാനിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അസിസ്റ്റന്റ് മാനേജർ IT എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്കും പഠിച്ച് അത്യാവശ്യം നോളജ് ഗെയിൻ ചെയ്ത സ്റ്റുഡൻസിനും ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കരുത്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വരുന്നത് 27/2/2026 മുതൽ 18/3/2026 വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എലിജിബിൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സും എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് പ്രോഗ്രാമർ 442/2025, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ 460/2025, മാനേജർ IT 609/2025, അസിസ്റ്റന്റ് മാനേജർ IT 614/2025 ആണ്. ഇനി ഇതിന്റെ ഒരു സിലബസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 8 മൊഡ്യൂൾ ആണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 14 മാർക്കാണ് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂള് ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. നാലാമത്തെ മൊഡ്യൂള് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ജാവ 12 മാർക്കാണ് വരുന്നത്. ദെൻ അഞ്ചാമത്തെ മൊഡ്യൂള് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്കാണ്. ദെൻ ആറാമത്തെ മൊഡ്യൂള് ക്ലയന്റ് സർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കാണ് വരുന്നത്. ഏഴാമത്തെ മൊഡ്യൂള് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കിന്റെ മൊഡ്യൂളാണ്. എട്ടാമത്തെ മൊഡ്യൂള് വരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് 75 ഡേയ്സ് കൊണ്ട് ഇത്രയും ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് മുന്നേറാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു 75 ഡേയ്സിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആണ് നോക്കുന്നത്. നമ്മൾ ഏതൊരു മൊഡ്യൂൾ പഠിച്ച് മുന്നേറുമ്പോഴും അതിന്റെ ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മൾ നിർബന്ധമായി അറ്റൻഡ് ചെയ്തിരിക്കണം. ടോപ്പിക് വൈസ് എക്സാംസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സബ്ജക്ട് കവറേജ്, ആ സബ്ജക്റ്റിന്റെ റിവിഷൻ പ്ലസ് ടോപ്പിക് വൈസ് എക്സാംസും കംപ്ലീറ്റ് ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മാർച്ച് 3 മുതൽ 7 വരെ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ആദ്യത്തെ മൊഡ്യൂളായ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ് വരുന്നത്. അപ്പോൾ മാർച്ച് 3 മുതൽ 7 വരെ കംപ്ലീറ്റ് ആ ഒരു ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുക. ഏത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ കുറച്ചും കൂടെ ക്രൂഷ്യൽ ടൈം ആയിരിക്കും. ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ഒന്ന് പഠിച്ചെത്തണം. ആ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് പോലും നമ്മൾ വിടാതെ കംപ്ലീറ്റ് ആക്കുക. കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, ഏതെങ്കിലും റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോഴ്സ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ക്ലാസ്സസ് ഒക്കെ ആ ഒരു സമയം കൊണ്ട് തന്നെ കണ്ടു തീർക്കണം. ദെൻ മാർച്ച് 8 മുതൽ 9 വരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യും. നിർബന്ധമായും ഷോർട്ട് നോട്ട്സ് എഴുതിയിരിക്കണം. ഷോർട്ട് നോട്ട്സ് എഴുതിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത്, നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് റിവൈസ് ചെയ്ത് ഇഫക്റ്റീവായിട്ട് റിവൈസ് ചെയ്ത് എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എഫക്റ്റീവായിട്ട് ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ഇൻ ദ സെൻസ് നമുക്ക് ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് വായിച്ചത് അത് എല്ലാം എഴുതി വെക്കുക എന്നുള്ളതല്ല. ആദ്യം നമ്മൾ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് തോന്നുന്നത്, നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻഡ്യൂഷൻ വരും ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ടായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ റിവൈസ് ചെയ്ത് ഷോർട്ട് നോട്ട് കമ്പൽസറി ആയിട്ട് എഴുതി വെച്ചതിന് ശേഷം അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. മാർച്ച് 10 എന്താണ് ആ ഒരു മൊഡ്യൂളിന്റെ ടോപ്പിക് ടെസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ആകുന്ന രീതിയിലുള്ള ടോപ്പിക് ടെസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ടോപ്പിക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും, ഒരു കോഴ്സും എടുക്കാതെ തന്നെ പഠിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊരു സെൽഫ് അനാലിസിസിന്, അവർക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മുടെ വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്ന് ഓരോ ടോപ്പിക് ടെസ്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ടെസ്റ്റ് സീരീസ്. അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അത് എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെക് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം.
ടെക്പിഎസ്സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഫ്രീ ടെസ്റ്റ് സീരീസ് എന്നൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൽ നിന്ന് ഈ അതാത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം തന്നെ ആ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളാണ് നോക്കേണ്ടത്. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് എന്താണ്? ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. 14 മാർക്കിന്റെ മൊഡ്യൂളാണ് വരുന്നത്. മാർച്ച് 11 മുതൽ 15 വരെ നമ്മൾ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് സബ്ജക്ട് കവറേജ് കംപ്ലീറ്റ് സബ്ജക്ട് പഠിക്കണം. ദെൻ മാർച്ച് 16 to 17 അതിന്റെ ക്വിക്ക് റിവിഷൻ ആൻഡ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ്. മാർച്ച് 18-ാം തീയതി അതിന്റെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പം നമുക്ക് കോഴ്സ് എടുത്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അതാത് ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റ് കോഴ്സുകളിൽ തന്നെ കിട്ടും. എടുത്തിട്ടില്ലാത്ത സ്റ്റുഡൻസിന് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വരുന്ന മൂന്നാമത്തെ മൊഡ്യൂളാണ്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്താണ്? ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ സി. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. അത് നമുക്ക് പഠിക്കാനുള്ള സമയം മാർച്ച് 19 മുതൽ 23 വരെയാണ്. മാർച്ച് 24-ന് അതിന്റെ റിവിഷൻ പ്ലസ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആണ് വരുന്നത്. ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട ദിവസം മാർച്ച് 25-ആണ്. അപ്പം സ്റ്റുഡൻസ് ഓർത്തിരിക്കേണ്ട കാര്യം, ഏത് മൊഡ്യൂൾ പഠിച്ചാലും നിർബന്ധമായും എന്താണ്? ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ മാത്രമേ ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് ആ സ്മാർട്ട് നോട്ട് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോപ്പിക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്താലേ നമ്മൾ പഠിക്കുന്നത് എത്ര ഡെപ്തിലാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, PSC പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒക്കെ നമുക്ക് ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ നിർബന്ധമായി എന്തായിരിക്കണം? ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം. മാർച്ച് 26 മുതൽ 30 വരെ നമ്മൾ പഠിക്കേണ്ട മൊഡ്യൂൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ബാർ ജാവയാണ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. മാർച്ച് 31-ാം തീയതി അത് റിവൈസൺ ചെയ്യണം, അതിന്റെ സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഏപ്രിൽ 1-ാം തീയതി ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട മൊഡ്യൂൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഏപ്രിൽ 2 മുതൽ 6 വരെയാണ് ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ അലോട്ട് ചെയ്തിട്ടുള്ള സമയം. ദെൻ അതിന്റെ ക്വിക്ക് റിവിഷൻ പ്ലസ് സ്മാർട്ട് നോട്ട് മേക്കിങ്ങിന് ഏപ്രിൽ 7, ഏപ്രിൽ 8-ാം തീയതി ടോപ്പിക് ടെസ്റ്റും ആണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത മൊഡ്യൂൾ വരുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ഏപ്രിൽ 9 മുതൽ 13 വരെയാണ് സമയം തന്നിട്ടുള്ളത്. ഏപ്രിൽ 14-ാം തീയതി ക്വിക്ക് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് കണ്ടന്റ് റിവൈസ് ചെയ്യുക, സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഏപ്രിൽ 15-ാം തീയതി ടോപ്പിക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ദെൻ അടുത്ത മൊഡ്യൂൾ വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. 14 മാർക്കിന്റെ മൊഡ്യൂളാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഏപ്രിൽ 16 മുതൽ 21 വരെയാണ്. ഏപ്രിൽ 22-ാം തീയതി നമ്മൾ റിവിഷൻ നടത്തുക, സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഏപ്രിൽ 23-ാം തീയതി അതിന്റെ കംപ്ലീറ്റ് ടോപ്പിക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക. ദെൻ ഏപ്രിൽ 24 മുതൽ 29 വരെ ഏറ്റവും ലാസ്റ്റ് 8-ാമത്തെ മൊഡ്യൂളായ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ്. 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിന്റെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ ഏപ്രിൽ 30-ാം തീയതിയും മെയ് 1-ാം തീയതി നമ്മൾ അതിന്റെ ടോപ്പിക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് പോവുക. അതിനുശേഷം അപ്പോൾ ഈ ഒരു നമ്മൾ മെയ് 1-ാം തീയതി ആകുമ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് 8 മൊഡ്യൂളും പഠിച്ചു കഴിയും. ഈ ഒരു പ്ലാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് സമയം കണ്ടെത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് മൊഡ്യൂൾസ് തീരുകയും ചെയ്യും. ടോപ്പിക് വൈസ് എക്സാംസ് ഷോർട്ട് നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയ് 2 മുതൽ 5 വരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുക. ക്വിക്കായിട്ട് റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്വിക്കായിട്ട് മൊത്തത്തിലൊന്ന് പഠിച്ച് നമ്മൾ ക്ലിയർ ചെയ്യുക. കൺസെപ്റ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് മോഡൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുക. PSCയുടെ അതേ പാറ്റേണിൽ അതേ ടൈം ഡ്യൂറേഷനിൽ നമ്മൾ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് നമ്മുടെ ആക്ച്വൽ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മിനിമം നമ്മളൊരു 10 മുതൽ 15 വരെയുള്ള 10 മുതൽ മിനിമം ഒരു 10 മാക്സിമം ഒരു 15 മോഡൽ എക്സാംസ് എങ്കിലും നല്ല രീതിയിൽ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മെയ് 6 മുതൽ 16 വരെ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമാണ്. ദെൻ മെയ് 17 മുതൽ 19 വരെ നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് ഫൈനൽ ലാബ് റിവിഷൻ പെർഫോം ചെയ്ത് നമ്മൾ മെയ് 20-ാം തീയതി നല്ല രീതിയിൽ എക്സാം അപ്രോച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് 75 ഡേയ്സിന്റെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ട് ബിഗിനറിനും യൂസ്ഫുൾ ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് നോളേജ് ഗെയിൻ ചെയ്ത ആൾക്കാർക്കും ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ പഠിച്ചു മുന്നേറാൻ സാധിക്കും. നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് പ്രൊവൈഡ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽ
ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട്, റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ഗൈഡൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെക്പിഎസ്സിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ടെക്പിഎസ്സിയുടെ ആപ്പ് ത്രൂ തന്നെ എന്താണ് കോഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും, സെൽഫ് പ്രിപ്പറേഷൻ മാത്രം ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എല്ലാ മൊഡ്യൂളിന്റെ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം ഓരോ ടെസ്റ്റ് ഫ്രീ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ആപ്പ് ത്രൂ ഫ്രീ ആയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക്പിഎസ്സിയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.